ആദ്യമൊക്കെ എന്താ വെച്ചാൽ നമുക്കൊരു ഐഡിയ കിട്ടും, ചെറിയൊരു ഐഡിയ കിട്ടും. ആ പണ്ടത്തെ വർക്കേ ചെറിയ ഐഡിയ, ഇപ്പോൾ ഇവിടുന്ന് അടുത്ത് അടുത്തപ്പോൾ അവിടെ ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി ഇങ്ങനെ പറഞ്ഞാൽ മതി എനിക്ക്. ഇപ്പം നമുക്ക് അങ്ങനത്തെ വലിയ ഐഡിയയും കിട്ടില്ല. പടം കാണുമ്പോൾ മാത്രമേ അറിയുള്ളൂ പിന്നെ DOP എന്താ വിചാരിക്കുന്നത്, ഡയറക്ടർ എന്താ വിചാരിക്കുന്നത്, ഒരു തമ്മിലുള്ള ഇങ്ങനെ ഇത് കണ്ട് നമ്മളെങ്ങനെ അത് ഉപയോഗിച്ചിരിക്കുന്നതെന്നൊക്കെയുള്ള. ഈ സൗണ്ട് എഫക്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു എങ്ങനെയായിരുന്നു സൗണ്ട് എഫക്ട്സ്? ഞാൻ പടങ്ങളൊന്നും കാലത്തെയും ഇപ്പത്തെയും ഒരുപാട് വ്യത്യാസങ്ങൾ. തീർച്ചയായും ഒരുപാട് വ്യത്യാസമുണ്ട്. ആകെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം ടേപ്പ് റെക്കോർഡറിലായിരുന്നു സൗണ്ട് മുഴുവൻ എടുത്തിരുന്നത്. ഇപ്പോൾ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നിനകത്ത് ഒരു അംബാസഡർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് ഒരു കാസറ്റിൽ, പിന്നെ ഓടുന്നത് ഒരു കാസറ്റിൽ, വന്ന് നിൽക്കുന്ന ഒരു കാസറ്റിൽ, കാസറ്റിൽ പിടിച്ചു വെക്കും. എന്നിട്ട് സ്ക്രീൻ നോക്കിയിട്ട് നമ്മളത് കണക്കായിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. ഇതേ സമയത്ത് തന്നെ അതിൻ്റെ ലൈവ് കൊടുക്കുന്ന ആൾ ബാക്കിൽ നിന്ന് ഇതിൻ്റെ അകത്തുനിന്ന് ഇത് രണ്ടെണ്ണമാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് പിന്നെ നമ്മൾ ലൈവ് ചെയ്യും, ഒന്ന് ഇതിൽ കൂടിയും പോകും. ഏത് നമ്മുടെ ടേപ്പ് റെക്കോർഡ് എന്നൊക്കെ പറയുന്നത് ഇതിൽ കൂടെ പോകും, ലൈനിൽ കൂടിയും പോകും. അപ്പോൾ ഇത് എല്ലാം ഒരേ ടൈമിൽ വർക്ക് ചെയ്യണം. കാരണം അന്ന് ആകെ രണ്ട് ചാനലും ഉള്ളത് ഇതിന് സൗണ്ട് കൊടുക്കുന്നത്. അത് ഒന്ന് ഡയലോഗിനും പോകും, ഒന്ന് ഇതിനും പോകും. അപ്പോൾ എല്ലാവരും ഒപ്പരം ചെയ്താലും ഉള്ളു. ഇപ്പം നമുക്ക് ഇഷ്ടംമാതിരി ട്രാക്കാണ്, ഇഷ്ടംമാതിരി ട്രാക്കാണ്. അപ്പോൾ ഓരോരുത്തർ വന്ന് അവനാണ് ചെയ്ത് പോയാൽ മതി. പിന്നെ അതുപോലെ ഇപ്പം ഇഷ്ടംമാതിരി സാധനങ്ങൾ കിട്ടാനുണ്ട്. അന്നൊക്കെ നമ്മൾ പിന്നെ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവരണം മുഴുവൻ. ഇപ്പം തവള കരയുന്ന ശബ്ദങ്ങളൊക്കെ എല്ലാ ശബ്ദങ്ങളാണ് നിങ്ങൾ കേൾക്കുന്ന സിനിമ കാണുമ്പോൾ കേൾക്കേണ്ട സൗണ്ട് മുഴുവൻ രണ്ടാമത് കൊടുക്കുക. ഇപ്പം പിന്നെ ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ തന്നെ അതേ സമയത്ത് തന്നെ, പക്ഷെ വളരെ കുറവാണ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും നിങ്ങൾ ഈ ലൈവ് എടുക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് ഒരു സ്ത്രീ തിരുമ്പുന്നുണ്ടെങ്കിൽ ആ തിരുമ്പുന്ന ശബ്ദം ഇതിൻ്റെ അത് വരും. അപ്പം അതൊക്കെ സൈലൻ്റ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ നമ്മൾ ഈ സൗണ്ട് എഫക്ട്സുകാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സൗണ്ട് കൂടെ രണ്ടാമത് എടുത്തിട്ട് സ്റ്റുഡിയോ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ചെയ്യണം. എല്ലാ സൗണ്ടുകളും അതാക്കിയിട്ട്. പണ്ട് അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ സാധനങ്ങൾ. പക്ഷെ ഇപ്പോഴത് ഇപ്പം എന്ന് വെച്ചാൽ ഒക്കെ അതാത് പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അന്നത്തെ സൗണ്ട് എഫക്ട്സ് കേൾക്കുന്ന മാതിരിയല്ല ഇന്നത്തെ സൗണ്ട് എഫക്ട്സ് കേൾക്കുന്നത്. ഇന്നത്തെ സൗണ്ട് വളരെ ഇതാണ്. കാരണം മാരുതി വണ്ടീൻ്റെ സൗണ്ടും പിന്നെ നമ്മുടെ അംബാസിഡറുടെ വണ്ടീൻ്റെ സൗണ്ടും എന്താ ചെറിയ കുട്ടിയൊക്കെ വരെ അറിയാം. അപ്പോൾ നമ്മൾ മാരുതി വണ്ടി പോകുമ്പോൾ അംബാസിഡറിൻ്റെ സൗണ്ട് കൊടുത്തൊക്കെയാണെങ്കിൽ അയ്യേ ഇത് എന്താണ് ഇങ്ങനെ ബുള്ളറ്റ് വണ്ടീൻ്റെയും എല്ലാത്തിനും വ്യത്യാസമാണ്. പിന്നെ അതുപോലെ ഇപ്പം ലൈറ്റ് ആൻഡ് ഡ്രാഫ്റ്റ് ഒക്കെ വന്ന് ഇപ്പം പാനിങ് ഒക്കെ വന്നല്ലേ, വണ്ടി ഇതിലേ വന്ന് ഇതിലേ പോകുന്നത് ഈ സ്പീക്കറിൽ കൂടെ പോയി ഈ സ്പീക്കറിൽ അതൊക്കെ ചെയ്ത് വരുന്നതിനെ കൊണ്ട് ഇപ്പോഴത്തെ സംഭവങ്ങൾ വളരെ വ്യത്യാസമുണ്ട്. പിന്നെ അതിന് കൊടുക്കുന്ന രീതിക്കും വ്യത്യാസമുണ്ട് ഒക്കെ ഉണ്ട്. അന്നൊക്കെ എന്താ വെച്ചാൽ ടേപ്പ് റെക്കോർഡ് ഒന്നും വെച്ചാൽ ഞാൻ അധികം സിനിമക്ക് വളരെ കുറച്ച് ചെയ്തതുള്ളൂ, 1-2 സിനിമയ്ക്ക് ചെയ്തുള്ളൂ. അന്ന് കോഴിക്കോടുള്ള പിന്നെ നമ്മളെ ഷോർട്ട് ഫിലിം പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ ഫിലിംസ് ഒരുപാട് അന്ന് കോഴിക്കോട് നടന്നിരുന്നു. അതിനൊക്കെ എഫക്ട്സ് ഞാൻ തന്നെ ഉണ്ടായിരുന്നു. കോഴിക്കോട് വേറെ ആരും ഉണ്ടായിരുന്നു, ഞങ്ങൾ തന്നെയായിരുന്നു. ഞങ്ങൾ 2-3 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേർ ഒന്നായിട്ട് ഇങ്ങനെ